മരണം. മരണം മറ്റേത് വണ്ടി കയറിയാലേ ഇറങ്ങാ മക്കളെ. ബസ്സിൽ കയറിയാൽ ഏത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയാലും എവിടെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാവും. എത്ര വലിയ എക്സ്പ്രസ് ആയാലും എവിടെങ്കിലും പോയി ഇറങ്ങാൻ പറ്റും. ഏത് ട്രെയിനിൽ കയറിക്കൊണ്ട് പോയാലും ആ ട്രെയിനിൽ ഏതെങ്കിലും സ്റ്റോപ്പിൽ പോയി ഇറങ്ങാൻ പറ്റും. പക്ഷെ അസ്രായിൽ അലൈഹിസ്സലാം മരണമെന്ന വാഹനത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ പൊന്നുമക്കളെ പിന്നെവിടെയും ഇറങ്ങാൻ പറ്റൂല. ഒരു സ്റ്റോപ്പിലും അസ്രായിൽ നിർത്തൂല. പിന്നെ എത്ര ബഹളം വെച്ചാലും കാര്യമില്ല, എത്ര ശക്തിയുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ, എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ. അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ. മഹാനായ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മക്കളെ. പിന്നെ ഉള്ളതെന്താ? പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖബറിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ പറ്റും. ചീത്ത കാര്യങ്ങൾ ചെയ്തതാണെങ്കിലോ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അങ്ങ് പോയി വെച്ചാൽ ആപ്പിൾ പൂ പോലെ മൃദുലമായി നീ സൂക്ഷിച്ചിരുന്ന നിന്റെ പ്രിയപ്പെട്ട ശരീരമുണ്ടല്ലോ, രാവിലെ പുറത്തേക്കൊന്നിറങ്ങുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ എത്ര വെട്ടമാ കണ്ണാടിയിൽ നോക്കുന്നത്. ഒരു മരണ വീട്ടിൽ പോകണമെങ്കിൽ നീ നിന്റെ മുഖം എത്ര വെട്ടമാ മിനുസപ്പെടുത്തുന്നത്. എന്തൊക്കെയാ നിന്റെ മുഖത്ത് വാരിത്തേക്കുന്നത്, എത്ര വെട്ടമാ കണ്ണെഴുതുന്നത്, എത്ര വെട്ടമാ മുഖത്ത് കരി കൊണ്ട് കുത്തുന്നത്, എന്തൊക്കെ സാധനങ്ങളാ വാരിത്തേക്കുന്നത്, എത്ര നീ വാരി പൂശുന്നത്. ഇതെല്ലാമായിട്ടേ നീ മയ്യത്ത് കാണാൻ പോലും പോവുകയില്ലെങ്കിൽ പൊന്നുമോളെ, ആപ്പിൾ പൂ പോലെ മൃദുലമായി നീ സൂക്ഷിച്ച നിന്റെ ശരീരമുണ്ടല്ലോ, ഈ പ്രിയപ്പെട്ട നിന്റെ ശരീരം അങ്ങ് ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, ഗൾഫ് നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന അത്യന്താധുനികമായ ഫേസിൽ ഇടാൻ പറ്റിയ, മുഖത്തിടാൻ പറ്റിയ അത്യന്താധുനികമായ ക്രീമുകൾ ഇട്ട് മുഖം സുന്ദരമാക്കിക്കൊണ്ടിറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇസ്രായേൽ വന്നങ്ങ് പിടിച്ചു പോയാൽ പിന്നെ ഈ മുഖം കൊണ്ട് എന്ത് ഗുണമാ ഉള്ളത്? പിന്നെ നീ സൂക്ഷിക്കുന്ന നിന്റെ ശരീരം കൊണ്ട് എന്ത് ഗുണമാ ഉള്ളത്? നീ വെയിൽ തട്ടാതെ കറുക്കാതെ സൂക്ഷിക്കുന്ന ഈ തൊലിയുണ്ടല്ലോ, അതെല്ലാം അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. നിന്റെ ശരീരം വന്നിട്ടിങ്ങനെ മത്സരിച്ച് മത്സരിച്ച് തിന്നലാണ്. അതിങ്ങനെ മത്സരിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ ചിതലും പുഴുക്കളും വന്ന് കടിച്ചു കീറുകയാണ്. ആർക്കാണ് ധൈര്യമുള്ളത് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട